മൂർഖൻ പാമ്പിനെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ കാണുന്ന മൂർഖൻ അഥവാ കോബ്രയെ കൂടാതെ ഇന്ത്യയിൽ വേറെ പല സ്പീഷീസ് കോബ്രകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കോബ്രകളെ പരിചയപ്പെടുന്ന വീഡിയോ ആണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ലോകത്ത് 35 സ്പീഷീസ് കോബ്രകളാണുള്ളത്. കോബ്രകൾ നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള കോബ്രകളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കിങ് കോബ്ര, രാജവെമ്പാലയ്ക്ക് കിങ് കോബ്ര എന്ന പേരുണ്ട്. പിന്നെ ഒരു ഫോൾസ് കോബ്രയുണ്ട്. പിന്നെ സൗത്ത് ആഫ്രിക്കയിലൊക്കെ കാണുന്ന റിങ്കിൾസ് എന്നൊക്കെ പറഞ്ഞ് കണ്ടാ കോബ്രയെ പോലിരിക്കുന്ന കുറേ കോബ്രകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നുമല്ല, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നാജ ജനുസിൽപ്പെട്ട കോബ്രകളെ കുറിച്ചാണ്. അത് ഇന്ത്യയിൽ നമുക്ക് 4 സ്പീഷീസാണ് ഈ നാജ ജനുസിൽപ്പെട്ട പാമ്പുകളുള്ളത്. ആദ്യം തന്നെ ഈ കോബ്രകളെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ 4 സ്പീഷീസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കാം. കോബ്രകൾ ഉൾപ്പെടുന്നത് ഇലാപ്പിഡെ എന്ന് പറഞ്ഞൊരു ഫാമിലിയാണ് ഈ കോബ്രകളൊക്കെ ഉൾപ്പെടുത്തിയത്. ഇലാപ്പിഡെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം വിഷമുള്ള, നല്ല വീര്യം കൂടിയ വിഷമുള്ള പാമ്പുകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫാമിലിയാണ് ഇലാപ്പിഡെ. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ക്രൈറ്റ് അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ, കടൽ പാമ്പുകൾ, പവിഴപ്പാമ്പുകൾ, പിന്നെ രാജവെമ്പാല, ഇവയൊക്കെ ഉൾപ്പെടുന്ന ഫാമിലിയാണ് ഇലാപ്പിഡെ എന്ന് പറഞ്ഞ ഫാമിലി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഈ നാജ എന്ന ജനുസിൽപ്പെട്ട പാമ്പുകളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ നാജ ജനുസിൽപ്പെട്ട പാമ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിങ്ങനെ പത്തി വിരിച്ച് നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവർ ഈ പത്തി വിടർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂർഖൻ പാമ്പുകളുടെ തലയുടെ പുറകിലുള്ള അസ്ഥികൾക്ക് ഏകദേശം 20 മുതൽ 30 വരെയുള്ള അസ്ഥികൾക്ക് നീളക്കൂടുതലുണ്ട്. മറ്റു പാമ്പുകളെ അപേക്ഷിച്ചിട്ട് അതിന് നീളക്കൂടുതലുണ്ട്. അപ്പോൾ അവർക്കത് വികസിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർ ആ അസ്ഥികൾ വികസിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പുറത്തുള്ള ത്വക്കുകളും ഒക്കെ ഇവർക്ക് നന്നായിട്ട് ഇങ്ങനെ വികസിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വികസിപ്പിക്കുന്നതാണ് ഈ പത്തി വിടർത്തുക എന്ന് പറയുന്നത്. ഈ 20 മുതൽ 30 വരെയുള്ള അസ്ഥികൾ എന്ന് പറയുന്നത് പല സ്പീഷീസുകൾക്കും പല ഈ അസ്ഥികളുടെ എണ്ണത്തിൽ വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 20 മുതൽ 30 വരെയുള്ള അസ്ഥികൾ എന്ന് പറയാനായിട്ട് കാര്യം. ഇനി ഈ പത്തി വിടർത്താനായിട്ടുള്ള കാര്യം, ഇവര് പാമ്പുകൾ പേടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇവർ പാനിക്കാവുന്ന സമയത്തൊക്കെയാണ് ഇവരിങ്ങനെ പത്തിയെടുത്ത് മറ്റുള്ള ജീവികളെ അല്ലെങ്കിൽ മൃഗങ്ങളെ, മനുഷ്യരെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പത്തിയെടുത്ത് നിൽക്കുന്നത്. ഈ നാജ ജനുസിൽപ്പെട്ട പാമ്പുകൾ അല്ലെങ്കിൽ കോബ്രകൾ കാണപ്പെടുന്നത് ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ്. ഇനി ആഫ്രിക്കയിലും ഏഷ്യയിലും കാണുന്ന ചിലതരം കോബ്രകൾക്കൊക്കെ വിഷം ചീറ്റിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള കോബ്രകളെ സ്പിറ്റിംഗ് കോബ്രകൾ എന്ന് പറയാറുണ്ട്. ഏകദേശം ആഫ്രിക്കയിൽ എനിക്ക് തോന്നുന്നു 16 സ്പീഷീസോ ഏഷ്യയിൽ 4 സ്പീഷീസ് കോബ്രകൾക്കൊക്കെ വിഷം ചീറ്റിക്കാനുള്ള കഴിവുകളുണ്ട്. ഈ സ്പിറ്റിംഗ് കോബ്രകൾ വിഷം ചീറ്റാൻ തുടങ്ങിയതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ സ്പിറ്റിംഗ് കോബ്രകളെ കാണപ്പെടുന്ന ആഫ്രിക്കയിലൊക്കെയാണ്. നിങ്ങൾക്കറിയാം, അവിടെയൊക്കെ ഇഷ്ടംപോലെ മൃഗങ്ങളൊക്കെ കാണപ്പെടുന്നതാണ്. അവിടെയുള്ള വലിയ മൃഗങ്ങൾ ഇവർക്ക് ആപത്തൊന്നും വരാതെ അവരെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടാണ് ഈ സ്പിറ്റിംഗ് കോബ്രകൾ ഈ വിഷം ചീറ്റിച്ച് തുടങ്ങിയത്. സാധാരണ ഇവ മൃഗങ്ങളുടെ കണ്ണിലോട്ടൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് 2-3 മീറ്ററൊക്കെ ദൂരെ നിന്ന് ഇവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ കണ്ണിലോട്ട് വിഷം ചീറ്റിക്കാനായിട്ടുള്ള കഴിവ് ഈ സ്പിറ്റിംഗ് കോബ്രകൾക്കുണ്ട്. ഈ സ്പിറ്റിംഗ് കോബ്രകൾ വിഷം ചീറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലുള്ള മൂർഖൻ പാമ്പുകളൊക്കെ കടിക്കുന്ന സമയത്ത് അതിൻ്റെ പല്ലുണ്ട്, ഫാങ്സ് എന്ന് പറഞ്ഞാൽ ആ പല്ലിൻ്റെ തൊട്ട് താഴെയായിരിക്കും, എൻഡിലായിരിക്കും ചെറിയൊരു ഹോള്. അതുവഴിയാണ് വിഷം ഇറങ്ങുന്നത്. പക്ഷേ ഈ സ്പിറ്റിംഗ് കോബ്രകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിഷപ്പല്ലിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോള് വഴി ഇവർക്ക് പെട്ടെന്ന് വിഷം വളരെ വേഗത്തിൽ തന്നെ ചീറ്റിച്ച് മറ്റു മൃഗങ്ങളുടെ കണ്ണിലോട്ടൊക്കെ കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവർക്ക് നല്ല കാഴ്ചശക്തിയുണ്ട്. എത്ര ദൂരത്തിലാണ് ഇരിക്കുന്ന ഈ മൃഗങ്ങളൊക്കെ നിൽക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് കണ്ണിലോട്ട് അവർക്ക് ഇത് ഈ വിഷം ചീറ്റിച്ച് വിടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവരുടെ വിഷഗ്രന്ഥികളൊക്കെ, അതിനടുത്തുള്ള മസിൽസൊക്കെ അതിനുവേണ്ടി തന്നെ അഡാപ്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ വിഷം ചീറ്റിക്കാൻ വേണ്ടിയിട്ടും. ഈ വിഷം ചീറ്റിക്കുന്ന കോബ്രകളെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് നമ്മുടെ നാട്ടിലും ഉണ്ടൊരു, ഇന്ത്യയിലും ഉണ്ടൊരു വിഷം ചീറ്റിക്കുന്ന പാമ്പ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മൂർഖൻ പാമ്പുകളൊക്കെ ജനവാസ മേഖലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൂർഖൻ പാമ്പുകളുടെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ എലികളാണ്. അപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൻപുറത്തും അല്ലെങ്കിൽ നമ്മുടെ സിറ്റികളിലും ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഇഷ്ടംപോലെ ഫുഡിൻ്റെയൊക്കെ, ഭക്ഷണം കഴിക്കുന്നതിൻ്റെയൊക്കെ വേസ്റ്റ് എടുത്ത് വെളിയിലിടാറുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ എലികളൊക്കെ വരും. ഇപ്പോൾ ഈ എലികളെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് മൂർഖൻ അവിടെ വരുന്നത്. അപ്പോൾ എലികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മൂർഖൻ്റെ എണ്ണം കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മൂർഖനൊക്കെ ജനവാസ മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് തമ്പടിക്കുന്നത്. ഇവർ നല്ല വിഷമുള്ള പാമ്പുകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവരുടെ വിഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നാഡീവ്യൂഹത്തെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷത്തെ ന്യൂറോടോക്സിക് വെനം എന്ന് പറയുന്നത്. അതുകൂടാതെ സെല്ലുകളെയും ബാക്കിയുള്ള നമ്മുടെ മസിലുകളെയൊക്കെ ഇതിൻ്റെ വിഷം ബാധിക്കാറുണ്ട്. പിന്നെ ഇവർ മുട്ടയിടുന്ന പാമ്പുകളാണ്. ഏകദേശം 20 മുതൽ 30 വരെ മുട്ടകൾ ഇടുന്നതെന്നാണ് കരുതപ്പെടുന്നത്. ഇവർ സാധാരണയായിട്ട് കഴിക്കുന്നത് എലികളെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എലികളെ കൂടാതെ ഇവർ ഓന്ത്, തവള, പല്ലി,
പക്ഷികൾ, അതുപോലെ തന്നെ പക്ഷികളുടെ മുട്ടകളുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആൾക്കാർ കോഴികളെ വെച്ചിരിക്കുമ്പോഴത്തേക്കിന് ആ കോഴിക്കൂട്ടിലൊക്കെ കയറിയിട്ട് ഇവർ ഈ കോഴിയെ പിടിക്കാനും അതിൻ്റെ മുട്ടയൊക്കെ കഴിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വീഡിയോകളും ഫോട്ടോകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുകൂടാതെ അപൂർവമായിട്ട് ഇവർ മറ്റ് പാമ്പുകളെയും ഭക്ഷിക്കാറുണ്ട്. സ്വന്തം സ്പീഷീസിൽപ്പെട്ട മറ്റ് കോബ്രകളൊക്കെ ഇവർ പിടിച്ച് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവരെ പിടിച്ച് തിന്ന ഇവരുടെ പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പരുന്തുകൾ, കീരി, ഉടുമ്പ്, ചില വലിയ മൂങ്ങകളൊക്കെ ഇവരെ പിടിച്ച് തിന്നാറുണ്ട്. ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കിങ് കോബ്രകൾ ഇവരെ മെയിനായിട്ട് പിടിച്ച് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റു വലുപ്പമേറിയ പാമ്പുകളൊക്കെ ഇവരെ പിടിച്ച് കഴിക്കാറുണ്ട്. സാധാരണ പൊത്തുകളിലും മാളങ്ങളിലും ഇവർക്ക് ശല്യമില്ലാത്ത എവിടെ വേണേലും ഈ മൂർഖൻ ഒളിച്ചിരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനടുത്തൊക്കെ നമ്മൾ ഈ ചെറിയ ഇലകൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തോ വിറകുകൾ കൂട്ടമായിട്ട് അശ്രദ്ധമായിട്ടൊക്കെ വലിച്ചെറിഞ്ഞ് ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ മൂർഖനെയൊക്കെ കാണാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർ ആക്റ്റീവ് ആകുന്ന പകൽ സമയത്തും രാത്രി കാലങ്ങളിലൊക്കെ ഒരുപോലെ ആക്റ്റീവായിട്ട് നടക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് നൊക്ടേണൽ പാമ്പെന്നോ അല്ലെങ്കിൽ ഡയണൽ രാത്രി കാലങ്ങളിൽ ആക്റ്റീവ് ആകുന്ന പകൽ സമയങ്ങളിൽ മാത്രം ആക്റ്റീവ് ആകുന്ന പാമ്പെന്നൊന്നും നമുക്ക് മൂർഖനെ വിളിക്കാൻ പറ്റില്ല. പല സമയത്ത് രാത്രി കാലങ്ങളിൽ മാത്രം ആക്റ്റീവായി നടക്കുന്ന മൂർഖനെ കണ്ടിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ ആക്റ്റീവായി നടക്കുന്ന മൂർഖൻ പാമ്പുകളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു പൊതുവെയുള്ള മൂർഖൻ പാമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഓരോ സ്പീഷീസിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ആദ്യത്തേത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന മൂർഖൻ. മലയാളത്തിൽ വേറെ പേരുകൾ അതിന് സർപ്പം എന്ന് വിളിക്കാറുണ്ട്, നാഗം എന്ന് വിളിക്കാറുണ്ട്, പുല്ലാനി മൂർഖൻ എന്നൊക്കെ ഇതിന് പലതരത്തിലുള്ള പേരുകളുണ്ട്. ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് ഇന്ത്യൻ സ്പെക്ടക്കിൾ കോബ്ര എന്ന് വിളിക്കും. വേറൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനോസിൽ കോബ്ര എന്നും ഇതിന് പേരുണ്ട്. അതിന് പേര് വരാനായിട്ട് കാര്യം ഇതിൻ്റെ തലയുടെ പുറകിലുള്ള പത്തിയിൽ 2 കണ്ണാടിയുടെ അടയാളം ഉള്ളത് കൊണ്ടാണ് ഇതിന് ഈ സ്പെക്ടക്കിൾ കോബ്ര എന്ന് പേര് വരാനായിട്ട് കാര്യം. ഇത് പല കളറുകളിൽ കാണപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണമായിട്ട് കാണപ്പെടുന്ന ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു കളറാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. പിന്നെ തവിട്ട് നിറത്തിൽ ഇതിനെ കാണപ്പെടുന്നുണ്ട്. പല സ്ഥലത്തുമൊക്കെ ഇരുണ്ട തവിട്ട് നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കറുത്ത നിറത്തിലുള്ള സ്പീഷീസ്, അല്ല അത് പ്രത്യേക സ്പീഷീസ് അല്ല, നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത് തന്നെ അത് കംപ്ലീറ്റ് ബ്ലാക്ക് നിറത്തിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പത്രങ്ങളിലോ അല്ലെങ്കിൽ ടി വിയിലൊക്കെ കാണാറുണ്ട് സ്വർണ്ണനാഗത്തെ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്വർണ്ണനാഗം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്വർണ്ണ കളറിലോ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലോ അല്ലെങ്കിൽ നല്ല മഞ്ഞ കൂടിയ മൂർഖപ്പാമ്പിനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സ്പെക്ടക്കിൾ കോബ്ര തന്നെയാണ് ഈ സ്വർണ്ണനാഗം എന്നൊക്കെ പറഞ്ഞാൽ. അതിൻ്റെ ജസ്റ്റ് കളർ വേരിയേഷൻ മാത്രമാണ്, അല്ലാതെ വേറൊരു സ്പീഷീസോ അല്ല സ്വർണ്ണ കളറിലുള്ള ഒരു നാഗമൊന്നും അല്ല. ഇത് സ്പെക്ടക്കിൾ കോബ്ര തന്നെയാണിത്. ഇതിന് നല്ല റൗണ്ടായിട്ടുള്ള തലയാണുള്ളത്, നല്ല വട്ടത്തിലുള്ള കണ്ണുകളുണ്ട്. ഇതിൻ്റെ കണ്ണിന് താഴെയായിട്ട് കറുത്ത വരകളിൽ ചില സമയത്തൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ചേരയൊക്കെ ആയിട്ട് നമുക്ക് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തല നോക്കിക്കഴിഞ്ഞാൽ ഈ തലയിൽ കണ്ണിന് തൊട്ട് താഴെയായിട്ട് കറുത്ത ലൈനുകളുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാം അത് ചേരയാണ്. അതോടൊപ്പം തന്നെ ഈ മൂർഖൻ്റെ കണ്ണ് നല്ല റൗണ്ട് ഷേപ്പിലായിരിക്കും. അതിൻ്റെ കണ്ണിന് താഴെ ഈ കറുത്ത ലൈനുകളൊന്നും കാണില്ല. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് മൂർഖനെയും ചേരയും തമ്മിൽ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ മൂർഖൻ പാമ്പുകൾ നല്ല കാഴ്ചശക്തിയുള്ളവരാണ്. ഇവർക്ക് വളരെ ദൂരെയുള്ള ജീവികളെയൊക്കെ നന്നായിട്ട് കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഇവർക്ക് നന്നായിട്ട് മരം കയറാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നന്നായിട്ട് നീന്താനൊക്കെ പറ്റും. പിന്നൊരു കാര്യം, ഈ പാമ്പാട്ടികളൊക്കെ മൂർഖൻ പാമ്പിനെ കൊണ്ടു നടക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ പാമ്പാട്ടികളൊക്കെ ഈ മൂർഖൻ പാമ്പിനെ പിടിച്ചിട്ട് ഈ കൊട്ടയ്ക്കകത്താക്കിയിട്ടൊക്കെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ട് അവർ പൈസയൊക്കെ മേടിക്കാറൊക്കെ ഉണ്ട്. അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ മൂർഖൻ പാമ്പിനെ. അവരൊരിക്കലും അണലിയെ ഒന്നും കൊണ്ടു നടക്കാറില്ല. കാരണം അണലിയൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കൊട്ടയ്ക്കകത്തിട്ട് കഴിഞ്ഞാൽ തുറക്കുന്ന സമയത്ത് ചിലപ്പം പെട്ടെന്ന് ചാടി അണലി കടിച്ചെന്നിരിക്കും. അതേസമയം മൂർഖൻ പാമ്പാണ് അതിൻ്റെ കൊട്ട തുറക്കുന്ന സമയത്ത് അത് പത്തിയെടുത്ത് ഇങ്ങനെ വിടർത്തി നിൽക്കും. എന്നിട്ട് അവർ മകുടി ഊതുന്ന സമയത്ത് മകുടി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അനുസരിച്ച് ആ മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് ഇവർ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ഈ മൂർഖൻ ഇങ്ങനെ അതിൻ്റെ തല ആട്ടുന്നത്. അപ്പം ഇത് ചാടിക്കടിക്കാനായിട്ട് മൂർഖൻ അങ്ങനെ ശ്രമിക്കാറില്ല. ഒരു പത്തിയെടുത്ത ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കാറുള്ളൂ. അത് ചാടിക്കടിക്കാൻ പറ്റുന്ന ആ ദൂരത്തുനിന്ന് കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് സേഫായിട്ട് ഇവർ നിൽക്കാറുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പാമ്പാട്ടികൾ മകുടി ഊതാറുണ്ട്. ഈ പാമ്പ് ഇങ്ങനെ പത്തിയെടുത്ത് നിൽക്കുന്ന സമയത്ത് മകുടി ഊതാറുണ്ട്. പക്ഷേ ഇവർ ഈ മകുടിയുടെ സൗണ്ട് കേട്ടിട്ടല്ല ഇവരിങ്ങനെ തലയാട്ടുന്നത്. ഈ മകുടി എങ്ങോട്ട് പോകുന്നതെന്ന് നോക്കിയിട്ട്, ഇപ്പോൾ ഇടത്തോട്ട് മാറുമ്പോഴത്തേക്കിനും പാമ്പ് ഇടത്തോട്ട് നോക്കും, വലത്തോട്ട് മാറുമ്പോഴത്തേക്കിനും മകുടി വലത്തോട്ട് മാറുമ്പോൾ പാമ്പ് വലത്തോട്ട് മാറാറുണ്ട്. ഇങ്ങനെ മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് ഈ പാമ്പുകൾ, ഈ പ്രത്യേകിച്ച് മൂർഖൻ പാമ്പ് മൂവ് ചെയ്യുന്നത്, അല്ലാതെ സൗണ്ട് കേട്ടിട്ടല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രെഡിക്റ്റബിൾ ആയിട്ട് പാമ്പാട്ടികൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു പാമ്പെന്ന് പറയുന്നത് മൂർഖൻ പാമ്പാണ്. അതുകൊണ്ടാണ് അവരെപ്പോഴും മൂർഖൻ പാമ്പിനായിട്ട് നടക്കുന്നത്. അണലിയെയും അല്ലെങ്കിൽ വെള്ളിക്കെട്ടനെയും ആയിട്ടൊന്നും അവർ നടക്കാത്തതിന് കാര്യം ഇതാണ്. പലപ്പോഴും ഈ പാമ്പാട്ടികളൊക്കെ ഈ മൂർഖൻ പാമ്പിൻ്റെയൊക്കെ ഈ വിഷപ്പല്ലൊക്കെ എടുത്ത് കളയാറുണ്ട്. എടുത്ത് കളഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ഡിസ്പ്ലേക്കൊക്കെ കൊണ്ടു നടക്കാറുള്ളത്.
അപ്പോൾ കൊണ്ടുനടക്കുന്ന സമയത്ത് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് ഈ വിഷപ്പല്ല് വീണ്ടും വളർന്നു വരാറുണ്ട്. അങ്ങനെയൊക്കെ പല പാമ്പാട്ടികളും ഈ മൂർഖൻ്റെ കടിയേറ്റ് മരണമടയാറുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ മൂർഖൻ പാമ്പിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ബിഹേവിയർ ചിലപ്പോഴൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, ഇവർ മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ടയുടെ അടുത്തൊക്കെ ഇത് മുട്ടയെ ഗാർഡ് ചെയ്തിരിക്കുന്നതായിട്ടൊക്കെ പല പ്രാവശ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഓർക്കും അത് വിഷമൊന്നും ഇല്ലായിരിക്കും, അതുകൊണ്ട് ഹാൻഡിൽ ചെയ്താലൊന്നും കുഴപ്പമില്ലായിരിക്കും. പല പ്രാവശ്യമൊക്കെ ആൾക്കാർ അങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് കടിയേറ്റ് മരിക്കാറുണ്ട്. അപ്പം ഈ ഇത്ര അഡൾട്ടായിട്ടുള്ള ഒരു മൂർഖൻ പാമ്പിൻ്റെ കടി പോലെ തന്നെ ഈ ജുവനൈൽസിൻ്റെ കടി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാരണം ഈ കുഞ്ഞൊരു പാമ്പിന്, മൂർഖൻ പാമ്പിന് തന്നെ ഒരു മനുഷ്യനെ കൊല്ലാനുള്ള വിഷമൊക്കെ ഉണ്ട്. ഈ മൂർഖൻ, ഈ സ്പെക്ടക്കിൾ കോബ്ര സാധാരണ കാണപ്പെടുന്നത് ഇന്ത്യ മുഴുവനായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ പാകിസ്ഥാനിൽ കാണപ്പെടുന്നുണ്ട്, ബംഗ്ലാദേശിൽ കാണപ്പെടുന്നുണ്ട്, നേപ്പാളിൽ കാണപ്പെടുന്നുണ്ട്, ഭൂട്ടാൻ, ഇങ്ങനെ കുറേ ഇന്ത്യക്ക് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലൊക്കെയാണ് ഈ മൂർഖൻ പാമ്പിന് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അടുത്തത് കാസ്പിയൻ കോബ്ര അല്ലെങ്കിൽ പേർഷ്യൻ കോബ്ര, സെൻട്രൽ ഏഷ്യൻ കോബ്ര എന്നൊക്കെ പറഞ്ഞ് നാജ ഓക്സിയാന എന്ന് പറഞ്ഞ വേറൊരു മൂർഖൻ പാമ്പാണ്. ഇത് ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അവിടെയാണ് ഈ മൂർഖൻ പാമ്പിനെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഹിമാചൽ പ്രദേശിൻ്റെ മറ്റു പല പ്രദേശങ്ങളിൽ ഇതിനെ കാണാനായിട്ട് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കാശ്മീരിലും ഇതിനെ കാണാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപക്ഷെ ലോകത്തുള്ള 35 കോബ്ര, ഈ നാജ ജനസിൽപ്പെട്ട എല്ലാ കോബ്രയിലും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കോബ്ര എന്ന് പറഞ്ഞ് ഈ സെൻട്രൽ ഏഷ്യൻ കോബ്രയാണ്. കാരണം ഇതിൻ്റെ വിഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞില്ല നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതാണ് ഇതിൻ്റെ വിഷം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ടിനെ ബാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സെല്ലുകളെ, നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും ഒരുമിച്ച് പെട്ടെന്ന് തന്നെ ബാധിക്കുന്ന വിഷമാണ് ഈ സെൻട്രൽ ഏഷ്യൻ കോബ്രയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പേടിയുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കോബ്രയാണ് ഈ സെൻട്രൽ ഏഷ്യൻ കോബ്ര. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലുള്ള മൂർഖൻ്റെ ഒക്കെ അത്രയും തന്നെ സൈസാണുള്ളത്. പക്ഷേ ഇത് പത്തി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം കണ്ട ഒരു കിങ് കോബ്ര പത്തി എടുത്ത് പോലെ ഇരിക്കും. കാരണം ഇതിൻ്റെ പത്തിക്ക് നല്ല അത്യാവശ്യം വീതി കൂടുതലുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഇളം മഞ്ഞ നിറത്തിലോ ഇളം തവിട്ട് നിറത്തിലൊക്കെയാണ് കാണപ്പെടുന്നത്. ബ്രൗൺ കളറിലോ കറുത്ത നിറത്തിലൊക്കെ ബാൻഡുകളൊക്കെ പ്രത്യേകിച്ച് ദേഹത്ത് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ജുവനൈൽസിൻ്റെ ദേഹത്തൊക്കെ ഈ തവിട്ടും ഡാർക്കും കൂടിയ വരകളൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ജുവനൈൽസിൻ്റെ ദേഹത്തുള്ള ഈ ബാൻഡുകളൊക്കെ പ്രായം കൂടുന്തോറും ഈ ബാൻഡുകളൊക്കെ അപ്രത്യക്ഷമാകാറുണ്ട്. ഇതിനെ സാധാരണയായിട്ട് കാണപ്പെടുന്നത് നല്ല ഉയരമുള്ള പാറകൾ കൂടിയ സ്ഥലങ്ങളിലും നല്ല ഡ്രൈ ആയിട്ടുള്ള റീജിയണിലൊക്കെയാണ്. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ടർക്കിമെനിസ്ഥാനിലും താജിക്കിസ്ഥാനിലും കസാഖിസ്ഥാനിലും അങ്ങനെ കുറേയേറെ രാജ്യങ്ങളിലാണ് സാധാരണയായിട്ട് ഈ സെൻട്രൽ ഏഷ്യൻ കോബ്രയെ കാണാറുള്ളത്. ഈ സെൻട്രൽ ഏഷ്യൻ കോബ്ര ഉള്ള ഹാബിറ്റാറ്റിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അവിടെയൊക്കെ കുറേയേറെ ട്രെക്കിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ സെൻട്രൽ ഏഷ്യൻ കോബ്ര ഒന്നും അവിടെ വെച്ച് കാണാനായിട്ട് പറ്റിയിട്ടില്ല. അടുത്തത് മോണോക്കിൽ കോബ്ര. ഇതിൻ്റെ ലാറ്റിൻ നെയിം നാജ കൗദിയ എന്നാണ്. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന കോബ്രയുടെ ഏകദേശം അത്രയും തന്നെ വലുപ്പമുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പത്തിയുടെ പുറകിലായിട്ട് ഒരു കണ്ണാടി അടയാളം മാത്രമേ ഉള്ളൂ, ഒരു റൗണ്ട് ഷേപ്പിൽ മാത്രമുള്ള അടയാളമുള്ളൂ കാണപ്പെടുന്നുള്ളൂ. അത് കണ്ടാൽ നമുക്ക് ഇതിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും ഇതൊരു മോണോക്കൽ കോബ്രയാണ്. ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറീസയിൽ കാണപ്പെടുന്നുണ്ട്, വെസ്റ്റ് ബംഗാളിൽ കാണപ്പെടുന്നുണ്ട്, പിന്നെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഈ മോണോക്കൽ കോബ്ര കാണപ്പെടുന്നുണ്ട്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇന്ത്യയിൽ നമുക്ക് വിഷം ചീറ്റുന്ന ഒരു മൂർഖൻ പാമ്പുണ്ട്, അത് ഈ മോണോക്കൽ കോബ്രയാണ്. അത് 2004 ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത്, അതെൻ്റെ ഒരു സുഹൃത്താണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കൽക്കട്ടക്കാരനായിട്ടുള്ള വിശാൽ ചന്ദ്ര എന്ന് പറഞ്ഞൊരു സുഹൃത്ത്. നന്നായിട്ട് പാമ്പുകളെക്കുറിച്ച് അറിയാവുന്ന, പാമ്പുകളെക്കുറിച്ച് കുറേയേറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ആ കാലങ്ങളിലൊക്കെ അവരുടെ നാട്ടിലുള്ള പാമ്പുകളൊക്കെ റെസ്ക്യൂ ചെയ്യുന്ന ഒരാളോടാണ് വിശാൽ. അപ്പോൾ ഒരു ദിവസം വിശാലിന് ഒരു ഫോൺ കോൾ വന്നു. അവരുടെ ഒരു വീടിനടുത്തുള്ള ഒരു വീട്ടിലെ കോഴികളൊക്കെ ഇരുന്ന് കോഴിക്കൂടിനകത്തൊരു മൂർഖൻ പാമ്പ് കയറിയിട്ടുണ്ട്, അതിനെ ഒന്നൊന്ന് റെസ്ക്യൂ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം വിശാൽ ചെന്നിട്ട് ഹുക്കും ബാഗും ഒക്കെ ആയിട്ട് പോയിട്ട് നോക്കുമ്പോൾ മൂർഖൻ പാമ്പ് ആ കോഴിക്കൂട് കിടപ്പുണ്ട്. അപ്പം മൂർഖൻ പാമ്പിനെ ഒന്ന് തൊട്ടടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഈ വിശാൽ ഇങ്ങനെ തല താഴ്ത്തിയിട്ട് ഈ കോഴിക്കൂടിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ മൂർഖൻ പാമ്പ് കോഴിക്കൂടിൻ്റെ അകത്തു നിന്ന് വിഷം നേരെ ചീറ്റിച്ച് ഈ വിശാലിൻ്റെ കണ്ണിലോട്ട് ചീറ്റിച്ചു. ഇത് 2004 അപ്പം വിശാലിന് ഭയങ്കര വേദന, പെയിൻ ഇങ്ങനെ കൂടിയിട്ട് ആശാൻ അന്ന് തന്നെ ഈ വെള്ളമൊക്കെ ഇട്ട് കുറേ നേരം കഴുകി അന്നേരം തന്നെ ഹോസ്പിറ്റലിലോട്ട് റഷ് ചെയ്ത് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു 10-12 മണിക്കൂർ കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്ര വേദന എടുത്തു. അപ്പം 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അത് കഴിഞ്ഞിട്ടാണ് ഡിസ്ചാർജ് ചെയ്തത്. അപ്പോൾ അന്നാണ് ആദ്യമായിട്ട് മനസ്സിലായത് ഈ മോണോക്കിൽ കോബ്രയ്ക്ക് വിഷം ചീറ്റാൻ പറ്റുമെന്ന്. അതുവരെ മോണോക്കിൽ കോബ്രയെ കരുതിയിരുന്ന വിഷമൊന്നും ചീറ്റാൻ കഴിയില്ല, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന വിഷപ്പാമ്പ് പോലുള്ള സ്പെക്ടക്കിൾ കോബ്ര പോലുള്ള ഒരു പാമ്പായിരിക്കും എന്നാണ് ഇതിനെ കരുതിയത്. കാരണം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഈ പാമ്പുകളൊക്കെ ഉണ്ടെന്ന്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഈ മോണോക്കിൽ കോബ്രയെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഒന്നും വിഷം ചീറ്റുന്നത് ഇതുവരെ ആരും റെക്കോർഡ് ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് പിന്നീട് ഇവർ പഠനം നടത്തിയപ്പോഴത്തേക്കിന് പലപ്പോഴും ഇവർ പാമ്പുകളെ പിടിച്ചിട്ട് അതിനെ മാറ്റിയിട്ട് അതിനെ നോക്കിയപ്പോഴത്തേക്കാണ് ഏകദേശം 100-150 അധികം സ്പെസിമെൻ പാമ്പുകൾ ഇങ്ങനെ വിഷം ചീറ്റുന്നതായിട്ട് അവർ റെക്കോർഡ് ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച്
കൽക്കട്ടയിലും മണിപ്പൂരിലും പിന്നെ അടുത്തിടയ്ക്ക് നേപ്പാളിലുള്ള സ്പെസിമെനും ഒക്കെ ഈ വിഷം ചീറ്റുന്നതായിട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോൾ 2004 ആദ്യമായിട്ട് ഇവർ ഈ മോണോക്കിൾഡ് കോബ്ര വിഷം ചീറ്റുന്നുണ്ടെന്ന് കണ്ടെത്തി. അതിന് കാരണമായത് ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പോയ നമ്മുടെ ഒരു സുഹൃത്തായ വിശാൽ ചന്ദ്ര കാരണമാണ്. പിന്നീട് അവന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠനം നടത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെയുള്ള പാമ്പാട്ടികൾക്കൊക്കെ ഇതറിയായിരുന്നു. കാരണം പാമ്പാട്ടികൾ പലരും ഈ പാമ്പിനെ പിടിക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് അവരുടെ കണ്ണിലോട്ടൊക്കെ ഈ പാമ്പ് വിഷം ചീറ്റിച്ചിട്ടുണ്ട്. അപ്പം പാമ്പാട്ടികൾക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാര്യം അറിയായിരുന്നു, ഈ മോണോക്കിൾഡ് കോബ്ര വിഷം ചീറ്റുന്നുള്ളതാണ്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നത്. കാരണം വിഷം കണ്ണിലോട്ട് ചീറ്റുന്നത് തടയാൻ വേണ്ടി അവർ പ്രത്യേകിച്ച് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാറുള്ളത്. ഈ മോണോക്കിൾഡ് കോബ്ര കൂടുതലായിട്ട് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന കൂടുതലായിട്ടുള്ള പാടങ്ങളിലും പുഴകളുടെ അടുത്തും പ്രത്യേകിച്ച് കണ്ടൽ കാടുകളിലും ഒക്കെയാണ് കൂടുതലായിട്ട് ഇതിനെ കാണാൻ സാധ്യതയുള്ളത്. ഞാൻ സുന്ദർബൻസിൽ പോയപ്പോഴത്തേക്കിനും എനിക്ക് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം മോണോക്കിൾഡ് കോബ്രയെ കാണാനായിട്ട് ഒരു ബെസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കട്ടയ്ക്ക് അടുത്തുള്ള സുന്ദർബൻസ് ഒക്കെയാണ് ഇതിനെ കാണാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിലൊന്ന്. അടുത്തത് ആൻഡമാൻ കോബ്ര. അതിൻ്റെ ലാറ്റിൻ നെയിം നാജ സജിറ്റിഫറ എന്നാണ്. ഒരുപക്ഷെ ഏഷ്യയിലുള്ള ഏറ്റവും വലിയ കോബ്രകളിലൊന്നാണ്. നമ്മുടെ നാജ ജനസിൽപ്പെട്ട ഏറ്റവും വലുപ്പമേറിയ കോബ്രകളിലൊന്ന് ഈ ആൻഡമാൻസിൽ മാത്രം കാണുന്ന ഈ കോബ്രയാണ്. അതിൻ്റെ വേറെ പ്രത്യേകത അത് ആൻഡമാൻസിൽ മാത്രമാണ്, അവിടെയുള്ള ദ്വീപ് സമൂഹങ്ങളിൽ മാത്രമാണ് ഈ ആൻഡമാൻ കോബ്രയെ കാണപ്പെടുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇതിനൊരു പ്രത്യേകത, വർഷങ്ങൾക്ക് മുമ്പ് ഈ ആൻഡമാൻ കോബ്ര നമ്മുടെ നാട്ടിൽ കാണുന്ന സ്പെക്ടക്കിൾ കോബ്രയുടെ വേറൊരു സബ്സ്പീഷീസ് ആയിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. പിന്നീട് പലരും നോക്കിയപ്പോഴത്തെ മോണോക്കിൾഡ് കോബ്രയായിട്ട് കൺഫ്യൂഷൻ വന്നു. പിന്നീട് അവസാന സമയത്താണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിനെ പഠനം നടത്തിയപ്പോഴത്തേക്കും ഇത് ഒരു സെപ്പറേറ്റ് സ്പീഷീസ് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ അതിനെ സ്പീഷീസ് ആയിട്ട് എലിവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴറിയാൻ പറ്റും, ഇതിൻ്റെ തലയുടെ പുറത്ത് നമ്മുടെ മോണോക്കിൾഡ് കോബ്രയെ പോലെ ചിലപ്പോഴൊക്കെ മാർക്കിംഗ് കാണാനായിട്ട് പറ്റും. ഇളം തവിട്ട് കളറിലോ അല്ലെങ്കിൽ ആഷ് കളറിലോ ഈ ചാര കളറിലോ ഒക്കെ ഇതിന് നിർത്തി ആണ് ഇതിനെ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇതിൻ്റെ ദേഹത്ത് പ്രത്യേകിച്ച് ജുവനലൈസിൻ്റെ ദേഹത്തൊക്കെ വെളുപ്പും കറുപ്പും നിറത്തിലുള്ള വരകളൊക്കെ കാണാനായിട്ട് പറ്റും. ചില സമയത്തൊക്കെ നല്ല തിളങ്ങുന്ന കറുത്ത നിറത്തിലും നല്ല ലൈറ്റ് ബ്രൗൺ നിറത്തിലുമൊക്കെ ഈ ആൻഡമാൻ കോബ്രയൊക്കെ കാണാറുണ്ട്. ഇവർ മെയിനായിട്ട് അവിടെയുള്ള തവളകളെയും പക്ഷികളുടെ മുട്ടകളെയും അവിടെയുള്ള മറ്റു പല പാമ്പുകളെയൊക്കെയും ഈ ആൻഡമാൻ കോബ്ര ഭക്ഷണമാക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അപൂർവമായിട്ടൊക്കെ ഇത് വിഷം ചീറ്റുന്നതായിട്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ ആൻഡമാൻ കോബ്ര. ഇതായിരുന്നു ഇന്ത്യയിൽ കാണുന്ന 4 സ്പീഷീസ് കോബ്രകൾ. ഇത് കൂടാതെ നമ്മുടെ നാട്ടിലൊരു വലിയൊരു കോബ്ര ഉണ്ടല്ലോ, കിങ് കോബ്ര. പക്ഷേ ഈ കിങ് കോബ്ര ഒരു ട്രൂ കോബ്രയല്ല. അത് നാജ എന്ന് പറഞ്ഞ ജെനിസിലല്ല, അത് ഓഫിയോഫാഗസ് എന്ന് പറഞ്ഞൊരു ജെനിസിലാണ് കിങ് കോബ്രകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ജീനസും സ്പീഷീസും ഒക്കെ വ്യത്യസ്തമാണ് നമ്മുടെ ട്രൂ കോബ്രയായിട്ട്. ഈ കിങ് കോബ്രകളുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിലൊക്കെ കാണുന്ന മാംബാസ് ഒക്കെയാണ്. ബ്ലാക്ക് മാമ്പയൊക്കെ പറയുന്ന പാമ്പുകളിൽ അതൊക്കെയാണ് ഈ കിങ് കോബ്രകളായിട്ടും അടുത്ത് കിടക്കുന്ന പാമ്പുകൾ. നമ്മുടെ നാട്ടിൽ കിടക്കുന്ന സാധാരണയായിട്ട് കാണുന്ന കോബ്രകളല്ല ഇവരുടെ അടുത്ത ബന്ധുക്കൾ. പിന്നെ ഒരു കാര്യം, നമ്മൾ കോബ്രയുടെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് നാഗമാണിക്യം. ഈ കോബ്രയായിട്ട് റിലേറ്റഡ് ആണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പല പ്രാവശ്യം നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കാണാറുണ്ട്. ഈ മൂർഖനൊക്കെ പിടിച്ചിട്ട് അവർ അതിൻ്റെ ദേഹത്തുനിന്ന് നാഗമാണിക്യമൊക്കെ എടുക്കുന്നത്. ആക്ച്വലി നാഗമാണിക്യം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പാമ്പാട്ടികളൊക്കെ ഈ മൂർഖനെയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ തലയുടെ മേലിലുള്ളൊരു സ്കെയിൽ ഇങ്ങനെ എടുത്തു മാറ്റിയിട്ട് അവർ ഏതെങ്കിലും പുഴയിൽ ചെന്ന് നല്ല തിളങ്ങുന്ന ഏതെങ്കിലും ഒരു കല്ലെടുത്തിട്ട് ഒരു ഫെവിക്കോൾ വെച്ചിട്ട് അവിടെ ഒട്ടിക്കും. എന്നിട്ട് ഈ മൂർഖനെ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു വീടിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇവർ റിലീസ് ചെയ്യും. എന്നിട്ട് ഇവർ വീട്ടിൽ വന്നിട്ട് പറയും, നിങ്ങളുടെ വീടിനടുത്ത് നാഗമാണിക്കുള്ളൊരു പാമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ പോയിട്ട് ഈ മൂർഖനെ പിടിക്കും. അവരുടെ മുന്നിൽ വെച്ച് തന്നെ പിടിച്ചിട്ട് ഈ കല്ലെടുത്തിട്ട് അവർക്ക് എടുത്തിട്ട് കൊടുക്കും. അപ്പം അവർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംരംഭമായിട്ടാണ് ഈ പാമ്പാട്ടികൾ ഇതിനിങ്ങനെ കൊണ്ടു നടക്കുന്നത്. അപ്പം നാഗമാണിക്യം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഇത് ഈ പാമ്പാട്ടികളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കഥയാണ്. ഇതൊക്കെയായിരുന്നു കോബ്രയെ പറ്റിയുള്ള വിശേഷങ്ങൾ. കോബ്ര അല്ലെങ്കിൽ മൂർഖൻ പാമ്പ് ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ്. അതോടൊപ്പം തന്നെ ഈ മൂർഖൻ പാമ്പുകളെ ബിഗ് 4 എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബിഗ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു വർഷം ഏകദേശം 50,000 മുതൽ 60,000 ആൾക്കാരൊക്കെ പാമ്പിൻ്റെ കടിയേറ്റ് മരണമടയുന്നുണ്ട്. അതിന് കാരണക്കാരായിട്ടുള്ള 4 പാമ്പുകളുണ്ട്. അതിനെയാണ് ബിഗ് 4 എന്ന് പറയുന്നത്. ഈ കോബ്ര, പിന്നെ റസൽസ് വൈപ്പർ, സോസ്കെയിൽഡ് വൈപ്പർ, കോമൺ ക്രേറ്റ്, ഇങ്ങനെ 4 പാമ്പുകളാണ്. അതിലൊന്നാണ് ഈ മൂർഖൻ. ഈ പാമ്പുകളുടെ ഒന്നും കടിയേൽക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിർഭാഗ്യവശാൽ എങ്ങാനും കടി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏതെങ്കിലും പാമ്പിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. ടൈമൊന്നും വേസ്റ്റ് ആക്കരുത്. അതാണ് ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ്. ഉടൻ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകുക എന്നുള്ളതാണ്. ഏത് പാമ്പിൻ്റെ കടിയേറ്റാലും ഉടൻ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകണം. പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചും പാമ്പ് കടിയേറ്റാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും ബിഗ് 4നെ കുറിച്ചൊക്കെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിലിടാം. താല്പര്യമുള്ളവർ പോയി കാണുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു മൂർഖൻ പാമ്പുകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് വാച്ചിങ് മൈ ചാനൽ. ഇനി ഉടൻ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.